ആൽഫ്രഡ്, 4 സൈഡിൽ നിന്നും എനിക്ക് ചെക്ക് വെച്ചിരിക്കുക. അഞ്ജനുമായിട്ടുള്ള എൻ്റെ വിവാഹം. എനിക്കതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണോട്. വി ഡോണ്ട് ഹാവ് എനി മോർ ടൈം ടു വെയിറ്റ്. ഒരു താലിമല എന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ല നിന്നോട് ഒരു പെൺകുട്ടിയെ വേണമെന്ന്, ഭാര്യയായിട്ട് അഭിനയിക്കാൻ. നീ പറഞ്ഞതനുസരിച്ച് 2-3 പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല. എടാ, അഞ്ജനയുടെ വിവാഹം വരെ മാത്രം മതി. അത് ഞാൻ പറഞ്ഞു. പക്ഷെ ആരെങ്കിലും തയ്യാറാവണ്ടേ? നീ പറയുന്ന പോലെ അഭിനയിക്കാൻ ഏത് പെണ്ണ് വരുമെന്നാ? അവരുടെ ഭാവി അവർക്ക് നോക്കണ്ടേ? ആക്ടിംഗ് ഭാര്യ. എടാ, എൻ്റെ മനസ്സിൽ ഒരു പ്ലാനുണ്ട്. എന്താ? പറഞ്ഞോ. ഇവർ വിവാഹിതരായ. നല്ല ടൈറ്റില്. ആരൊക്കെയാ? ഞാനും ഭൂമിജ എന്ന ഭൂമിയും. തേൻ തുള്ളി പോലെ നീ പൊഴിയും വാക്കിലോ ഞാൻ കണ്ടു ലോകം, കണ്ണിറയെ കൗതുകം. മുകൾ ചിത്രമായി നീ എൻ മനസ്സിൻ വാതിലിൽ ചുരുൾ നീർത്തി നിന്നു, പിന്നെങ്ങോ മാഞ്ഞുപോയി. ദിനമോരോ കിനാവാകെ തേടി നിൻമുഖം. രാമുല്ലമെല്ലെ വാർനിലവിൻ കാതിലായി ഓതും സ്വകാര്യം വെൺപകലിൻ പൂക്കളായി. ഇത് ഞങ്ങളുടെ കഥ. കഥ ഇവിടെ തുടങ്ങുന്നു. ഇനി എൻ്റെ കഥ നിന്റെ കൂടെ. പോലകമേ കാണുവതിലെല്ലാം എല്ലാം അപൂർവമാമഴകാൽ. ഈണത്തിനുള്ളിൽ വാക്കെന്ന പോലെ ജീവന്റെ പാട്ടിൽ അലിഞ്ഞു നിറഞ്ഞു നീ. ഓരോ നോക്കിനിടിവാർ മിന്നൽ തൊടും നിന്നെ വല്ലാതെ പിടഞ്ഞൊന്നു പൊള്ളുന്നേ അറിഞ്ഞില്ലേ നീ. ഓതും സ്വകാര്യം വെൺപകലിൻ പൂക്കളാ. ഒന്നോടൊന്ന് പറഞ്ഞേ. നീയും ഭൂമിജ എന്ന ഈ ഭൂമിയും. എന്താ വക്കീൽ സാറേ? ഭൂമിയെ, പായസത്തില് മുളക് ചേരുവോ? അല്ല, ഹൽവയ്ക്ക് മത്തി ചേരുവോ? അല്ല, ഇതിൽ ആരാ മുളക്, ആരാ പായസം? ഈ മുളകെന്ന് പറഞ്ഞ ഇവിടെ പായസത്തിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം.